നിങ്ങൾ വേണമെങ്കിൽ ശനിയാഴ്ച ഞാൻ അവിടെ കൊണ്ടുവിടാം. രാത്രി കമ്പനിയിൽ നിന്ന് ഞാൻ അങ്ങോട്ട് വന്നാൽ മതിയല്ലോ. അങ്ങനെ ആവുമ്പോ ആഴ്ചയിൽ 2 ദിവസം നിങ്ങൾക്ക് അവിടെ നിൽക്കുകയും ചെയ്യാം. അത് വേണ്ട, ഞായറാഴ്ച പോയാ മതി. അതും രാവിലെ പോയിട്ട് വൈകിട്ട് തിരിച്ചു വരണം. ശനിയാഴ്ചയെ നമുക്ക് നമ്മുടെ മോളോടൊപ്പം ഇരിക്കാം. നമുക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ദിവസം മാറ്റി വെക്കേണ്ട രഘുവേട്ടാ. അത് വേണം. കുറച്ചുകൂടി കഴിയുമ്പോഴേ ഇവിടെ ഒളിച്ചിരിക്കുന്ന ആളോട് മിണ്ടാനും പറയാനും ഒക്കെ നമുക്ക് നമ്മുടേതായ സ്വകാര്യതയൊക്കെ വേണ്ടേ? അല്ലേ? അപ്പൊ ലച്ചുമോൾക്കൊന്നും അറിയില്ലേ? അമ്മ ലച്ചുമോളോടൊന്നും പറഞ്ഞില്ലേ? നീ പറഞ്ഞില്ലേ? ഒന്ന് ചുമ്മാ രഘുവേട്ടാ, മോളെടുത്ത് ഇപ്പൊ ഒന്നും പറയണ്ട, കുറച്ചുകൂടെ കഴിയട്ടെ. അതെന്താ ഇപ്പൊ പറഞ്ഞു? എടി, നമ്മുടെ മോളോട് നമ്മൾ എന്തെങ്കിലും ഒളിച്ചു വെക്കണോ? ഇവളും നമ്മളും ഒന്നല്ലേ? അല്ലേ ലച്ചുമോളെ? അല്ലേ? ഈ രഘുവേട്ടന്റെ ഒരു കാര്യം ഞാനൊന്നും പറയില്ല. അതോ ഒരു കുഞ്ഞു വാവ, മോളുടെ അനിയൻകുട്ടൻ. ഒരു കുഞ്ഞു വാവേ നമ്മൾ പ്രസവിക്കാൻ പോവാ. അതേ, കൊറേ ദിവസം കഴിയണം മോളെ. അതെന്തിനാ കൊറേ ദിവസം? ഇപ്പൊ പ്രസവിച്ചപ്പോ ചിരിക്കല്ലേ രഘുവേട്ടാ, വേഗം മോൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്ക്. ഞാനോ? അത് നന്നായി. അമ്മന്റെ വയറ്റില് ഒളിച്ചിരുന്ന ശ്വാസം ഒന്നും മുട്ടില്ല ലച്ചുമോളെ. ലച്ചുമോളെ, ഇപ്പൊ കുഞ്ഞാവയ്ക്ക് വേണ്ടി അമ്മയെ ശ്വാസം കഴിക്കുന്നത്. അമ്മ ശ്വാസം കഴിച്ച കുഞ്ഞുവാവയ്ക്കും ശ്വാസം കിട്ടും. അതുപോലെ അമ്മ ആഹാരം കഴിച്ച കുഞ്ഞുവാവയുടെ വിശപ്പ് മാറും. ലച്ചുമോളെ, പണ്ടേ അമ്മയുടെ വയറ്റില് ലച്ചുമോൾ അങ്ങനെ ജീവിച്ച. ഞാൻ പറയുന്ന മൊത്തം കുഞ്ഞുവാവ കേക്കോ അച്ഛാ? ഇപ്പൊ കേക്കില്ല, പക്ഷെ കുറെ ദിവസം കഴിയുമ്പോഴേ കുറച്ച് കുറച്ച് കേൾക്കും. അതെന്താ? അത് കേട്ടോ? അതെ രഘുവേട്ടാ, ഇപ്പോഴത്തെ കുട്ടികളുടെ സംശയം എങ്ങനെയൊക്കെയാ. ഇതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒന്നും ഇവളെ അറിയിക്കണ്ടെന്ന്. നീയേ മോളെന്ന് പറഞ്ഞ് മനസ്സിലാക്ക. ഇതെല്ലാം അമ്മ പറഞ്ഞാലേ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവും. ലച്ചുമോളെ, ഈ പുസ്തകമൊക്കെ മാറ്റി വെച്ച് മോൾ അമ്മയുടെ അടുത്ത് കിടക്കണം. കുഞ്ഞുവാവയെ കുറിച്ചേ മോക്ക് അമ്മ പറഞ്ഞുതരാം. ശരി അമ്മേ. രഘുവേട്ട, ദാസങ്ങൾ വന്നു തോന്നുന്നു. ഞാൻ നോക്കിട്ട് വരാം. നീ മോളെ ഓർക്ക. ഇതിലേ ബാക്കി കളർക്ക് എവിടെ? ലച്ചുമോളെ, ഇന്നത്തേക്ക് ഇത് മതി കേട്ടോ. എല്ലാം നമുക്ക് എടുത്തു വെക്കാം കേട്ടോ.